അമ്മ ചീഞ്ഞ് വന്നാണ്. എടാ നീ സുധാന്റെ ചെറുമോനാടാ. എങ്ങനെ മനസ്സിലായി? അവന്റെ അതേ പിടി കയ്യില് ലോട്ടറി ടിക്കറ്റ് കാണും. അത് ചോദിക്കണ്ട, എന്റെ ആളെ മൂലം കുഴപ്പമാണല്ലോ. കുഴപ്പമാണ്. കുഴപ്പമാണോ? മൂലം കാരണം തനിക്ക് അപകടം ഉണ്ടാകാൻ പോകുന്നു ആണോ? ഇരുമിന്റെ നിൽക്കട്ടാലോ. പ്രായപൂർത്തിയാവാത്ത മക്കളാ, അതിലേത് മക്കളായാലും ശരി അമ്മമാർക്കാണ് അവകാശം. ഞാൻ ATM കൊണ്ടിരിച്ചെന്ന് എന്റെ ATM കാർഡിട്ട് എന്റെ പിൻ നമ്പർ കുത്തി അതിൽ നിന്ന് വരുന്ന കാശ് എനിക്കാണോ അവകാശം, ATM മെഷീനാണോ അവകാശം? അല്ല, ഈ കുളിക്കുമ്പോ കണ്ണീന്ന് വെള്ളം എടുക്കുവോ? അയ്യോ, കണ്ണീന്ന് 3 തുള്ളി വെള്ളം വന്നാൽ എനിക്ക് കുളിക്കാൻ പറ്റത്തില്ല. ഞാൻ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്താ കുളിക്കുന്നത്. തലേന്ന് കൈയിട്ട് വരെയാണ് വിഷമം തീർക്കാറ്. ഒരു സദ്യക്ക് ശർക്കര വടത്തിയാണെന്ന് പറഞ്ഞ് അപ്പുറത്തെ പുള്ളി ചെവിന്ന് ഒരു ടേബിളിൽ വെച്ച കറുത്ത ഇയർബഡ് എടുത്ത് വിഴുങ്ങിയിട്ട് ഇവിടുത്തെ ശർക്കരക്കൊക്കെ ഭയങ്കര കയ്പാണല്ലോ മക്കളെ എന്ന് വിളമ്പുന്നതിനോട് പരാതിയും പറഞ്ഞു. എന്റെ ഭാര്യക്ക് കാൽസ്യത്തിന്റെ കുറവെന്ന്. ഒരു മണഗണവന്റെ ഭർത്താവിനട്ടാ നീ. അവർക്ക് വല്ലപ്പോഴും ഒരു കോമഡി കാണിച്ചു കൊടുത്തൂടെ? പിന്നെ ഹാസ്യം കുറവെന്ന് പറഞ്ഞു. ഹാസ്യമല്ല, കാൽസ്യം. അയ്യോ, ആശുപത്രിയിലും പ്രാസ കോമഡി അടിക്കണം മഹാനെ. അയ്യോ, പതിവായി കുളിക്കാത്ത ഞാൻ ഇന്ന് കുളിച്ചല്ലോ, അമുല്ലപ്പൂവിൻ മണമുള്ള ബോഡി സ്പ്രേയും അടിച്ചല്ലോ, അമുല്ലപ്പൂവിൻ മണമുള്ള ബോഡി സ്പ്രേയും അടിച്ചല്ലോ. എനിക്ക് വല്ലവന്റെ ഈ ജോസഫിന്റെ മിടുക്കൊക്കെ എന്റെ അടുത്ത് പറയരുത്. അത് ജോസഫിന് മിടുക്കുള്ളതുകൊണ്ടല്ലേ ഞാൻ പറയണത് ജോസഫിന് മിടുക്കണ്ടെന്ന്. ജോസഫ്, ഈ ജോസഫിന് എത്ര പിള്ളേരുണ്ട്? 1 നമുക്കോ 2. ഇനി പറ, ജോസഫിന്റെ മിടുക്ക് എനിക്ക് മിടുക്ക്. ആ കുടുംബത്തിലെ എരുമക്കുട്ടിയായിരുന്നു ദേവൂട്ടി, അരുമക്കുട്ടിയായിരുന്നു ദേവൂട്ടി. കുട്ടിയുടെ നമ്പർ കാണിക്കും. അയ്യോ, നമ്പറൊക്കെ തരാം, പക്ഷേ രാത്രിയിൽ കോൾ വെയിറ്റിംഗ് ആന്ന് പറഞ്ഞിട്ട് എന്റെ തലക്കറ വരരുത്. രാത്രി വിളിച്ച് സൊള്ളുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ നമ്മുടെ സർക്കസിന്റെ നമ്പർ കാണിക്കാം. അത് പേര് പറഞ്ഞേ. മനുവില്ല. മനു ഉണ്ടോ ഇല്ലോ എന്ന് ഞാൻ ചോദിച്ചോ? അല്ല, ചെറുക്കന്റെ പേര് അതിന് ഇട്ടിരിക്കുന്നത്. ജട്ടിക്കാരന് ചെറുക്കന്റെ പേര് അല്ല, വീടിലിട്ടിരിക്കുന്ന പേരാ. മനുവില്ല എന്നാ ചെറുക്കന്റെ പേര് ഇട്ടിരിക്കുന്നത്. ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ട് മതി കുട്ടികളെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് തീരുമാനിച്ചു. പക്ഷേ ദൈവത്തിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. കാശുണ്ടാക്കാൻ പഠിക്കാത്ത ഞാൻ അറ്റ്ലീസ്റ്റ് മനസ്സിനെ കടിഞ്ഞാനിടാണെങ്കിൽ 99% തൂക്കയർ വിധിച്ചു. അവന് രക്ഷപ്പെടാൻ വെറും 1% മാത്രമേ ചാൻസ് ഉള്ളൂ. ആ കേസ് വാദിച്ചത് ഈ വാളൂരാൻ വക്കീല. എന്നിട്ട് ആ 1% കൂടെ കൂട്ടി 100 ആക്കി അവനെ തൂക്കി കൊന്നവൻ. ഞാൻ എന്റെ ബർത്ത്ഡേ ഉള്ള പഞ്ചായത്ത് ഓഫീസിൽ ഫോൺ ചെയ്യാൻ അതൊക്കെ മാറിയിട്ട് ഞാനിപ്പം ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മൂമ്മയുടെ ബർത്ത്ഡേ തൊട്ട് അതിനകത്തുള്ള അമ്മിപ്പച്ചന്റെ ബർത്ത്ഡേക്ക് വരെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും. കണ്ണ് പരിശോധിക്കാനാ? അത് റെഡിയാക്കി തരണം. അതൊക്കെ ഞാൻ റെഡിയാക്കി തരും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിന്നെ വിഷം പരിശോധിക്കാം. വിഷം പരിശോധിക്കാവുന്നു. വിഷം പരിശോധിക്കാൻ ഞാൻ പാമ്പ് കൂടെ ഇട്ടിട്ട് വന്നാണോ?